ചോക്കാടങ്ങാടിയിൽ മുടങ്ങിക്കിടന്ന റോഡ് പ്രവൃത്തി അടുത്ത ദിവസം വീണ്ടും പുനരാരംഭിക്കും. ഇതിന്റെ ഭാഗമായി പുതുതായി ചുമതലയേറ്റ KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ മൂസിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ചോക്കാട് സന്ദർശിച്ചു. തർക്കമുള്ള കെട്ടിടത്തിന് മുന്നിലെ അഴുക്കുചാൽ നിർമ്മാണം നടത്താതെ റോഡ് ടാറിംഗ് ഉൾപ്പെടെ മറ്റു പ്രവൃത്തികൾ നടത്താനാണ് പദ്ധതി. ചോക്കാടങ്ങാടിയിലെ കെട്ടിട ഉടമകളായ വാഴക്കാട് സ്വദേശി ഡോക്ടർ സാഹിർ കോയപ്പത്തൊടുകയും കുടുംബവും സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ഇഞ്ചക്ഷൻ ഓർഡർ ഉൾപ്പെടെ നേടിയെടുക്കുകയും ചെയ്തു. ചോക്കാടങ്ങാടിയിലെ സീഡ് ഫാം ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനത്തിന്റെ ഭൂമി ഉൾപ്പെടെ താലൂക്ക് സർവേ സംഘം അന്യാധീനപ്പെട്ടതായും കണ്ടെത്തിയിരുന്നു. മലയോര ഹൈവേയോട് ചേർന്നതും ഡോക്ടർ സാഹിറിന്റെ കെട്ടിടത്തോട് ചേർന്നതുമാണ് സീഡ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹം ഇഞ്ചക്ഷൻ ഓർഡർ സമ്പാദിച്ചതോടെയാണ് ഒരു മാസത്തിലേറെയായി റോഡ് പ്രവൃത്തി മുടങ്ങിയത്. ഇതോടെ പാലിയേറ്റീവ് ക്ലിനിക്കിലേക്ക് ഉൾപ്പെടെ രോഗികൾ വരുന്നതേറെ പ്രയാസത്തോടെയാണ്. നാട്ടുകാരുടെ കൂടി അഭിപ്രായം മാനിച്ച് കെട്ടിടമുടമ കേസിൽ നിന്ന് പിന്മാറുമെന്ന് അറിയിച്ചെങ്കിലും കോടതി നടപടികളൊന്നുമായിട്ടില്ല. ഇതിനിടെ റോഡ് ടാറിംഗ് നടത്തുന്നതിന് മുന്നോടിയായി വൈദ്യുതി പോസ്റ്റുകളും ട്രാൻസ്ഫോമർ, ഹൈമാസ് ലൈറ്റ് എന്നിവ മാറ്റി സ്ഥാപിക്കുന്നതിനും ജൽജീവൻ പദ്ധതിയുടെ പമ്പിംഗ് ലൈനും സപ്ലൈ ലൈനുകളും സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും ഉടൻ ആരംഭിക്കും. ബസ് ബേയും നിർമ്മിക്കും. തർക്കം നിലനിൽക്കുന്ന സ്ഥലത്തെ ബസ് ബേ നിർമ്മാണം, അഴുക്കുചാൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കോടതി തീർപ്പിന് ശേഷമായിരിക്കും നടക്കുക. റോഡ് പൊളിക്കലും GSP നിക്ഷേപിക്കലും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി പുതുതായി ചുമതലയേറ്റ KRFB എഞ്ചിനീയർ മുഹസിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും വിവിധ വകുപ്പുകളുടെ എഞ്ചിനീയർമാരുമായും ചർച്ചകൾ നടത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.